Good morning everyone. So, ഇപ്പോൾ നമ്മൾ മെക്കാനിക്സിൽ മൊമെൻ്റ് ഓഫ് എ ഫോഴ്സ് അതിൻ്റെ തിയറി പോർഷൻ ആയിരുന്നു ഇന്നലെ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഫോഴ്സും ആ മൊമെൻ്റ് ഓഫ് ഫോഴ്സ് റിലേറ്റ് ചെയ്തിരിക്കുന്ന മെയിൻലി രണ്ട് തിയറംസ് ഉണ്ട്. ആ തിയറംസ് എന്താണെന്ന് നോക്കി, അതുപോലെ തന്നെ കപ്പിൾ അതിൻ്റെ ഡെഫിനിഷനും ക്യാരക്ടറിസ്റ്റിക്സും എന്താണെന്ന് നോക്കിയായിരുന്നു. ഓക്കെ, സോ അപ്പോൾ മൊമെൻ്റ് ഓഫ് എ ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? വാട്ട് ഈസ് മീൻ ബൈ മൊമെൻറ്റ്? ഇപ്പോൾ ഒരു ബോഡീനെ ഒരു ഫോഴ്സിന് റൊട്ടേറ്റ് ചെയ്യിക്കാനുള്ള കപ്പാസിറ്റീനെയാണ് മൊമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ ഇന്നലെ നോക്കിയായിരുന്നു. ഏതൊരു പോയിന്റിൽ വെച്ച് നമുക്ക് മൊമെൻറ്റ് വേണമെങ്കിലും അവിടുത്തെ ഫോഴ്സ് ഇൻറ്റു ആ ഫോഴ്സും ഈ മൊമെൻറ്റ് ഡിറ്റർമിൻ ചെയ്യേണ്ട പോയിന്റ്, ദാറ്റ് ഈസ് മൊമെൻറ്റ് സെൻറ്ററും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഡിറ്റർമിൻ ചെയ്താൽ മതി എന്ത്? മൊമെൻറ്റ് ഡിറ്റർമിൻ ചെയ്യാൻ. സോ മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് മൊമെൻറ്റ് ഡിറ്റർമിൻ ചെയ്യാൻ അല്ലെങ്കിൽ മൊമെൻറ്റിൻ്റെ കോൺസെപ്റ്റ് മെയിൻലി രണ്ട് തിയറംസ് വഴിയാണ് പറയുന്നത്. വേരിഗൺസ് തിയറംസ് 1ഉം വേരിഗൺസ് തിയറംസ് 2ഉം. ദാറ്റ് ഈസ് വേരിഗൺസ് ബേസിക് തിയറം ഉണ്ട്, വേരിഗൺസ് മോഡിഫൈഡ് തിയറം ഓർ എക്സ്റ്റെൻഡഡ് തിയറം ഉണ്ട്. സോ വേരിഗൺസ് തിയറം ബേസിക് തിയറത്തിൽ നമുക്ക് എന്താണ്? കൺകറൻറ്റ് ഫോഴ്സസിൻ്റെ കൺകറൻ്റായിട്ട് നിൽക്കുന്ന ഫോഴ്സസിൻ്റെ എന്താണ് മൊമെൻറ്റ് എങ്ങനെ, അതിൻ്റെ റിലേഷൻ എന്താണ് എന്നുള്ളതായിരുന്നു പറഞ്ഞത്. എന്തായിരുന്നു? അതിൻ്റെ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഇൻറ്റു കറസ്പോണ്ടിങ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന എന്തിൻ്റെ സമ്മായിരിക്കും? ആ ഇൻഡിവിജ്വൽ ഫോഴ്സ് ഇൻറ്റു ദാറ്റ് ഈസ് F1 ഇൻറ്റു അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പ്ലസ് F2 ഇൻറ്റു F2 ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആഡ് ചെയ്യുന്ന എത്രയാണോ അത് ഈക്വൽ ടു അതിൻ്റെ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഇൻറ്റു അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് മൊമെൻ്റ് ആണ് എന്ത്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ നിങ്ങൾക്ക് നമ്പർ ഓഫ് ഫോഴ്സ് തന്നിരുന്നാലും ഒരുപാട് ഫോഴ്സസ് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യനിൽ തന്നിരിക്കുവാണ്. സോ യു ക്യാൻ ഡിറ്റർമിൻ ദി റിസൾട്ടൻറ്റ് ഫോഴ്സ്. അപ്പം നമുക്ക് മൊമെൻ്റ് ഏതൊക്കെ രീതിയിൽ കണ്ടുപിടിക്കാം? ഒന്നുകിൽ റിസൾട്ടൻറ്റ് ഫോഴ്സ് എടുത്തിട്ട് ആ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഇൻറ്റു കറസ്പോണ്ടിങ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഓരോ ഇൻഡിവിജ്വൽ ഫോഴ്സ് ഇൻറ്റു കറസ്പോണ്ടിങ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുത്താലും യു ക്യാൻ കാൽക്കുലേറ്റ് ദി മൊമെൻറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വേരിഗൺസ് തിയറം, വേരിഗൺസ് ബേസിക് തിയറം ഈസ് ഫോർ കൺകറൻറ്റ് ഫോഴ്സ് ആൻഡ് വേരിഗൺസ് എക്സ്റ്റെൻഡഡ് തിയറം എന്ന് പറയുന്നത് നോൺ കൺകറൻറ്റ് ഫോഴ്സസിനും വേണ്ടിയാണ് എക്സ്റ്റെൻഡഡ് തിയറം പറഞ്ഞിരിക്കുന്നത്. സോ നോൺ കൺകറൻറ്റ് എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഒരു പോയിന്റിൽ ആക്ട് ചെയ്യാത്ത ഫോഴ്സസ് ആണ്. ദാറ്റ് ഈസ് സിംഗിൾ പോയിന്റിലായിരിക്കില്ല അത് ആക്ട് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് പോയിന്റ്സിലായിരിക്കും ആ ഫോഴ്സസ് എന്ത് ആക്ട് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ഫോഴ്സ് സിസ്റ്റത്തിനെ എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് വേരിഗൺസ് എക്സ്റ്റെൻഡഡ് തിയറം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റിൽ പറയുന്നത്. സോ പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ് വേരിഗൺസ് തിയറത്തിൻ്റെ വേറൊരു പേര് തന്നെയാണ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്. സോ വേരിഗൺസ് ബേസിക് തിയറം ഫോർ കൺകറൻറ്റ് ഫോഴ്സ് ആൻഡ് വേരിഗൺസ് എക്സ്റ്റെൻഡഡ് തിയറം ഫോർ നോൺ കൺകറൻറ്റ് ഫോഴ്സ്. സോ നോൺ കൺകറൻറ്റ് ഫോഴ്സ് സിസ്റ്റത്തിലും എന്താണ് പറയുന്നത്? ഇപ്പം നിങ്ങൾക്ക് 4 ഫോഴ്സ് സിസ്റ്റം ഉണ്ട്, അതിൻ്റെ റിസൾട്ടൻറ്റ് ഡിറ്റർമിൻ ചെയ്യാം. ദാറ്റ് റിസൾട്ടൻറ്റ് ഇൻറ്റു അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഞാനിപ്പോൾ എക്സ് എന്ന് എടുത്തെന്ന് വെച്ചോ, എക്സ് എന്നോ ഡി എന്നോ എന്തോ വേണമെങ്കിലും എടുക്കാം. ദാറ്റ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈസ് എക്സ് എന്ന് ഞാൻ എടുത്തു. അതെന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ഈ ഓരോ ഫോഴ്സസിൻ്റെയും അല്ലെങ്കിൽ ഇവിടുത്തെ മൊമെൻറ്റിന് ഈക്വലാണ്. സമ്മേഷൻ ഓഫ് മൊമെൻറ്റിന് എന്താണ്? ഈക്വലാണ് എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ആർ ഇൻറ്റു, ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, എന്താ? ആർ ഇൻറ്റു എക്സ്, ആർ ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എന്താണ്? ആർ ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു F1 ഇൻറ്റു അതിൻ്റെ ഡിസ്റ്റൻസ് x1 പ്ലസ് F2 ഇൻറ്റു അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് x2 പ്ലസ് F3 ഇൻറ്റു അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് x3 പ്ലസ് F4 ഇൻറ്റു x4 അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് x4. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈ F1 ഇൻറ്റു x1 ഇത് 3 എന്ന് പറയുന്നത് ആ ബീമിൽ ആക്ട് ചെയ്യുന്ന എന്താണ്? മൊമെൻറ്റിന് ഈക്വലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫൈനലി എന്തെന്ന് പറയുന്നത്? ആർ ഇൻറ്റു അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് മൊമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? സോ അപ്പോൾ നമുക്ക് പ്രോബ്ലംസ് കൂടുതലും ചെയ്യാനുള്ളത് എന്താണ്? നിങ്ങൾക്ക് ചിലപ്പോൾ കുറേ ഫോഴ്സ് സിസ്റ്റം തന്നിട്ടുണ്ടാവും, അതിൻ്റെ മൊമെൻറ്റ് ഡിറ്റർമിൻ ചെയ്യാൻ പറയും. അല്ലാന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഡിറ്റർമിൻ ചെയ്യാൻ പറയും? മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ ആൻഡ് പൊസിഷൻ ഓഫ് റിസൾട്ടൻറ്റ്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ ആൻഡ് പൊസിഷൻ. സോ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കാണാൻ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ഫോഴ്സസ് തന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടൻറ്റ് എങ്ങനെ കാണും അല്ലെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കാണുമെന്ന് പഠിച്ചായിരുന്നു. എന്ത്? ആദ്യത്തെ റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസിൽ നമ്മൾ നോക്കിയായിരുന്നു. ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സമ്മേഷൻ ഓഫ് എന്താണ്?
horizontal forces square plus summation of vertical forces square. Sigma fx the whole square plus sigma fy the whole square. That is the magnitude. റിസൾട്ടൻറ്റിൻ്റെ വാല്യൂ അതാണ് മാഗ്നിറ്റ്യൂഡ്. ദെൻ ഡയറക്ഷൻ എന്ന് പറഞ്ഞത് അത് എത്ര ആംഗിളിലാണ് ആ റിസൾട്ടൻറ്റ് ആക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദ ആംഗിൾ തീറ്റ. തീറ്റ ഈസ് ടാൻ ഇൻവേഴ്സ് എന്താണ് മോഡ് സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ് ഐ. മോഡ് കൊടുത്തിരിക്കുന്നത് എന്തിനാണ്? ഇപ്പോൾ സിഗ്മ എഫ് എക്സ് നെഗറ്റീവും സിഗ്മ എഫ് ഐ എഫ് എക്സ് നെഗറ്റീവും സിഗ്മ എഫ് ഐ പോസിറ്റീവും ആണെന്നുണ്ടെങ്കിൽ ഈ നെഗറ്റീവ് വാല്യൂ നമ്മൾ എടുക്കരുത്. എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ആ വാല്യൂവിനെ കാണണം. അത്രയേ ഉള്ളൂ ഈ മോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് എന്താണ്, ഇത് രണ്ടും നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. ദെൻ പൊസിഷൻ ഓഫ് ദ റിസൾട്ടൻറ്റ്, ദാറ്റ് ഈസ് റിസൾട്ടൻറ്റ് എത്ര ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുന്നത്. പൊസിഷൻ ഓഫ് ദ റിസൾട്ടൻറ്റ്, റിസൾട്ടൻറ്റ് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ഡയറക്ഷൻ. ദെൻ അത് എത്ര ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസിലാണ് റിസൾട്ടൻറ്റ് വരുന്നത് എന്നുള്ളതാണ് പൊസിഷൻ ഓഫ് റിസൾട്ടൻറ്റ്. സോ അത് കാണാനാണ് നമ്മൾ മൊമെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മൊമെൻറ്റ് അറിയാം, ഫോഴ്സ് ഇൻറ്റു കറസ്പോണ്ടിങ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ തിയറംസ് അനുസരിച്ച് മോഡിഫൈഡ് എന്താണ് തിയറമൊക്കെ അനുസരിച്ച് വേരിയൻസ് തിയറം അനുസരിച്ച് നമുക്ക് എന്താണ് റിസൾട്ടൻറ്റ് ഇൻറ്റു അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സമ്മേഷൻ ഓഫ് മൊമെൻറ്റിന് ഈക്വൽ ആണ്. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്താണ് എക്സിന് വാല്യൂ കിട്ടും സമ്മേഷൻ ഓഫ് മൊമെൻറ്റ് ഡിവൈഡ് ബൈ റിസൾട്ടൻറ്റ് വാല്യൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പഠിച്ചിരുന്നാൽ മതി. റിസൾട്ടൻറ്റിൻ്റെ പൊസിഷൻ ഇക്വേഷൻ എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് മൊമെൻറ്റ് ഓഫ് ദാറ്റ് ബീം ഡിവൈഡഡ് ബൈ റിസൾട്ടൻറ്റ് വാല്യൂ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇത്രയും ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം ഇനിയുള്ള പ്രോബ്ലംസ് ചെയ്യാൻ. ദാറ്റ് ഈസ് ഹൗ വി ക്യാൻ ഡിറ്റർമിൻ ദ റിസൾട്ടൻറ്റ്. റിസൾട്ടൻറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? റൂട്ട് ഓഫ് sigma fx the whole square plus sigma fy the whole square. That is the first question. Then the direction of resultant, that is theta value എങ്ങനെ ഡിറ്റർമിൻ ചെയ്യും? സോ തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്? ടാൻ ഇൻവേഴ്സ് സിഗ്മ എഫ് ഐ ബൈ സിഗ്മ എഫ് എക്സ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് പൊസിഷൻ ഓഫ് റിസൾട്ടൻറ്റ്. എത്ര ഡിസ്റ്റൻസിലാണ് നമുക്ക് റിസൾട്ടൻറ്റ് മേക്ക് ചെയ്യുന്നതെന്നാണ്. ദാറ്റ് ഈസ് ഫ്രം എന്തിനാണ്? പ്രിൻസിപ്പിൾസ് ഓഫ് മൊമെൻറ്റ് എന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. സോ പൊസിഷൻ എക്സ് ഈസ് ഈക്വൽ ടു എക്സ്, റിസൾട്ടൻറ്റിൻ്റെ പൊസിഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന എക്സ് ആണ്. എക്സ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് മൊമെൻറ്റ് സിഗ്മ എം ഡിവൈഡ് ബൈ റിസൾട്ടൻറ്റ് ആർ. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് ഇക്വേഷനും അറിഞ്ഞിരിക്കുക. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ഹൊറിസോണ്ടൽ ലൈൻ പി ക്യു ആർ എസ്. ഇപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുക, ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഫിഗർ തന്നിരിക്കത്തില്ല. സോ ഫിഗർ വരയ്ക്കാനുള്ള ഡീറ്റെയിൽസ് ക്വസ്റ്റ്യനെ തന്നിരിക്കും. ഓക്കെ, സോ അത് നോക്കി നിങ്ങൾ ക്വസ്റ്റ്യൻ വരയ്ക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ്? എ ഹൊറിസോണ്ടൽ ലൈൻ പി ക്യു ആർ എസ് ഈസ് 12 മീറ്റർ ലോങ്, 12 മീറ്റർ ലെങ്ത് ഉള്ള ഒരു പി ക്യു ആർ എസ് എന്ന് പറഞ്ഞ ഒരു ലൈൻ, ഹൊറിസോണ്ടൽ ലൈൻ, വെയർ പി ക്യു ക്യു ആർ ആൻഡ് ആർ എസ് ഈസ് ഹാവിങ് സെയിം ലെങ്ത് 4 മീറ്റർ. സോ പി ക്യു ആർ എസിൽ പി ക്യു ക്യു ആർ ആർ എസ് ഈസ് ഹാവിങ് ദ ലെങ്ത് ഓഫ് 4 മീറ്റർ ആൻഡ് ഫോഴ്സസ് 1000, 1500, again 1000 and 500 Newton act at P, Q, R and S respectively. So Pയിലും Qയിലും Rയിലും ആക്ട് ചെയ്യുന്ന Rയിലും Sയിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 1000, 1500. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വരയ്ക്കാമല്ലോ. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഹൊറിസോണ്ടൽ ലൈൻ, അതിലെന്താണ്? പി എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ട്, ക്യൂ എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ട്, ആർ ഉണ്ട്, എസ് ഉണ്ട്. ആൻഡ് ലെങ്ത്, ടോട്ടൽ ലെങ്ത് 12 മീറ്റർ ആണ്. ഓരോ പോർഷൻ്റെയും ലെങ്ത് എത്രയാണ്? 4 മീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഓക്കെ, ദെൻ ഫോഴ്സസ് 1000, 1500, 1000 and 500 ന്യൂട്ടൺ പിയിലും ക്യൂയിലും ആറിലും എസ്സിലും ആ ഓർഡറിൽ ആക്ട് ചെയ്യുന്നുണ്ട്. വിത്ത് ആൻ ആംഗിൾസ്, ഓരോന്നിൻ്റെയും ആംഗിൾ പറയുന്നുണ്ട്, ആംഗിൾസ് ഓഫ് 90 ഡിഗ്രി. സോ പിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 90 ഡിഗ്രിയിലാണ്. സോ പിയിൽ ആക്ട് ചെയ്യുന്ന 1000 ആണ്, എക്സാക്ട്ലി അത് വെർട്ടിക്കലാണ്. സോ 1000 ഈസ് ആക്ടിങ് അറ്റ് പി. ദെൻ 1500 ആക്ടിങ് അറ്റ് 60 ഡിഗ്രി. സോ ഇവിടെ എന്താണ്? 1500 എന്ന് പറയുന്നത് 60 ഡിഗ്രിയിലാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, 1500 ഈസ് ആക്ടിങ് 60 ഡിഗ്രി. അതുപോലെ തന്നെ നെക്സ്റ്റ് 45 ഡിഗ്രിയിൽ വിഗെയിൻ 1000 ആക്ട് ചെയ്യുന്നുണ്ട്. 45 ഡിഗ്രിയിൽ 1000 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. എഗെയിൻ 30 ഡിഗ്രിയിൽ എന്താണ്?
500 ന്യൂട്ടനും ആക്ട് ചെയ്യുന്നുണ്ട്. സോ അതാണ് ഈ ക്വസ്റ്റ്യൻ ഇവിടെ വരച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് പിയിൽ 1000 ന്യൂട്ടൺ 90 ഡിഗ്രി, ദെൻ 1500 ന്യൂട്ടൺ അറ്റ് 60 ഡിഗ്രി, ആൻഡ് ഇൻ ആർ 1000 ന്യൂട്ടൺ അറ്റ് 45 ഡിഗ്രി ആൻഡ് 500 ന്യൂട്ടൺ അറ്റ് 30 ഡിഗ്രി. സോ ദിസ് ഈസ് യുവർ ക്വസ്റ്റ്യൻ. എന്താണ് നിങ്ങൾക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത്? ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ ആൻഡ് പൊസിഷൻ ഓഫ് ദ റിസൾട്ടൻറ്റ് ഫോഴ്സ്. സോ ഈ ഒരു ഫോഴ്സ് സിസ്റ്റത്തിൻ്റെ റിസൾട്ടൻറ്റ് ഫോഴ്സ് കണ്ടുപിടിച്ച് ആ റിസൾട്ടൻറ്റ് ഫോഴ്സസിൻ്റെ എന്തൊക്കെ ഡിറ്റർമിൻ ചെയ്യണം? മാഗ്നിറ്റ്യൂഡ്, ദെൻ ഡയറക്ഷൻ ആൻഡ് പൊസിഷൻ. ഈ 3 സാധനവും ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. ക്ലിയർ? സോ അപ്പോൾ നമുക്ക് മാഗ്നിറ്റ്യൂഡ് കാണാൻ നമുക്കറിയാം എന്താണ് ഇക്വേഷൻ. റിസൾട്ടൻറ്റിൻ്റെ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വൈ ദ ഹോൾ സ്ക്വയർ. ഇതാണ് മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷൻ. അതുപോലെ തന്നെ പിന്നെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? യു നീഡ് ടു ഡിറ്റർമിൻ ദ ഡയറക്ഷൻ, ദാറ്റ് ഈസ് തീറ്റ. തീറ്റ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? തീറ്റ ഈസ് ടാൻ ഇൻവേഴ്സ് സിഗ്മ എഫ് വൈ ബൈ സിഗ്മ എഫ് എക്സ്. ഇത്രയും ഓക്കെ ആണല്ലോ. ഇത് രണ്ടും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് വി ക്യാൻ ഡിറ്റർമിൻ ദ പൊസിഷൻ. ഓക്കെ, സോ ഫസ്റ്റ് അപ്പോൾ നമുക്ക് സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് വൈയും വേണം. സിഗ്മ എഫ് എക്സ്, സിഗ്മ എഫ് വൈ, ദാറ്റ് ഈസ് ദ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, ഇറ്റ്സ് എ സമ്മേഷൻ ഓഫ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, അതുപോലെ സമ്മേഷൻ ഓഫ് വെർട്ടിക്കൽ കമ്പോണൻറ്റും വേണം. അപ്പോൾ നിങ്ങൾക്ക് സപ്പോസ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഇൻക്ലൈൻഡ് ഫോഴ്സ് ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? വി നീഡ് ടു റിസോൾവ് ഇൻ ടു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻറ്റ്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നിങ്ങൾക്ക് എല്ലാ ഫോഴ്സസും ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായിട്ട് തന്നെയാണ് എക്സാക്ട്ലി തന്നിരിക്കുന്നതെങ്കിൽ റിസോൾവ് ചെയ്യേണ്ട കാര്യമില്ല. ഇഫ് എനി ഇൻക്ലൈൻഡ് ഫോഴ്സ് ഈസ് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ മേക്ക് ചെയ്യുന്ന ഫോഴ്സ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് വി നീഡ് ടു റിസോൾവ് ദാറ്റ് ഫോഴ്സസ് ഇൻ ടു ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ. ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആയിട്ട് റിസോൾവ് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് എന്താണ് നമ്മൾ പ്രൊസീഡ് ചെയ്യാൻ. സോ ഇവിടെ നിങ്ങൾക്ക് എന്താണ് 1500, 1000 ആൻഡ് 500 ഇത് മൂന്നും എന്താണ്? ഇൻക്ലൈൻഡ് ഫോഴ്സസ് ആണ്. സോ ഫസ്റ്റ് വി നീഡ് ടു റിസോൾവ് ദാറ്റ് ഫോഴ്സസ്. നമുക്ക് ഇപ്പോൾ 1000 വെർട്ടിക്കലായിട്ട് തന്നെയാണ് നിൽക്കുന്നത് 90 ഡിഗ്രി. 1500 നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സും അതിൻ്റെ ഡയറക്ഷൻ നോക്കുക, ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായിട്ട് റിസോൾവ് ചെയ്തു. ആംഗിളിന് അടുത്ത് കിടക്കുന്ന കമ്പോണൻറ്റ് എപ്പോഴും എന്തായിരിക്കും? സൈൻ കോസ് കമ്പോണൻറ്റും, ഓപ്പോസിറ്റ് ടു ദ ആംഗിൾ സൈൻ കമ്പോണൻറ്റും ആയിരിക്കും. സോ ഈ 3 ഫോഴ്സസിനെ നമ്മൾ എന്ത് ചെയ്തു? റിസോൾവ് ചെയ്തു. ഓക്കെ, റിസോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ഡിറ്റർമിൻ ചെയ്യേണ്ടത്? സമ്മേഷൻ ഓഫ് എഫ് എക്സ്, ഹൊറിസോണ്ടൽ ഫോഴ്സസിൻ്റെ സം. ഇനി നിങ്ങളത് നോക്കേണ്ടത്, ഇപ്പോൾ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ടുവേഴ്സ് റൈറ്റിലോട്ടാണ് ഡയറക്ഷൻ എങ്കിൽ പോസിറ്റീവും, ടുവേഴ്സ് ലെഫ്റ്റിലോട്ടാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവും കൊടുക്കുക. അതുപോലെ വെർട്ടിക്കൽ ഫോഴ്സസ് അപ്വേർഡായിട്ടാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവും, ഡൗൺവേർഡായിട്ടാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവും കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പോൾ നിങ്ങൾ ലെഫ്റ്റിലോട്ടുള്ളത് പോസിറ്റീവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ റൈറ്റിലോട്ടുള്ളത് നെഗറ്റീവ് കൊടുക്കണം. അതിൻ്റെ ഡയറക്ഷൻ നോക്കുക. ഒരു സൈഡിലോട്ടുള്ളത് പോസിറ്റീവും മറ്റേ സൈഡിലോട്ടുള്ളത് എപ്പോഴും നെഗറ്റീവും ആയിരിക്കണം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് സിഗ്മ എഫ് എക്സ് ഹൊറിസോണ്ടൽ ഫോഴ്സസ് ആണ്. സോ ഫസ്റ്റ് ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് ലെഫ്റ്റിലോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെയും ഒന്ന് ആക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെയും ഒന്ന് ആക്ട് ചെയ്യുന്നുണ്ട്. വേറെ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഒന്നും ഇല്ലല്ലോ. സോ ഇതെല്ലാം എന്താണ്? നെഗറ്റീവാണ്. സോ 1500 cos 60, 1000 cos 45, 500 cos 30. സോ ഇതിനകത്ത് നമുക്ക് എന്ത് കിട്ടും? സമ്മേഷൻ ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സസ് സിഗ്മ എഫ് എക്സ് ഈസ് ഈക്വൽ ടു ഒരു നെഗറ്റീവ് വാല്യൂ കിട്ടും. അതുപോലെ ഇനി വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഏതൊക്കെയാണ് ഉള്ളത്? 1000 ഉണ്ട്, ഇവിടെ ഒരു വെർട്ടിക്കലുണ്ട്, ഇവിടെ ഒരു വെർട്ടിക്കലുണ്ട്, ഇവിടെ ഒരു വെർട്ടിക്കലുണ്ട്. ഓൾ ദ വാല്യൂസ് ആർ ആക്ടിങ് ഡൗൺവേർഡ്. സോ -1000 -1500 sin 60 -1000 എന്താണ്? sin 45 and 500 sin 30. So from that we get the value of sigma Fy. So sigma Fxഉം sigma Fyയും കിട്ടിക്കഴിഞ്ഞാൽ we can determine the resultant. So നമുക്ക് എന്ത് കിട്ടി? റിസൾട്ടൻ്റെ വാല്യൂ കിട്ടി. So this is known as the magnitude. എത്രയാണ് വാല്യൂ എന്നുള്ളതാണ് മാഗ്നിറ്റ്യൂഡ്. സോ ദിസ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് സിസ്റ്റം ഓഫ് ഫോഴ്സസ്, അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് ഫോഴ്സസിൻ്റെ റിസൾട്ടൻ്റ് കിട്ടി. ആ റിസൾട്ടൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 3764.97 ന്യൂട്ടൺ. സോ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഈസ് 3764.97 ന്യൂട്ടൺ. നെക്സ്റ്റ് എന്താണ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത്?
സെക്കൻഡ് വൺ വി നീഡ് ടു ഡിറ്റർമിൻ ദി ഡയറക്ഷൻ. എത്ര ആംഗിളിലാണ് ഇത് എന്താണ് ഈ റിസൾട്ടൻറ്റ് എത്ര ആംഗിളാണ് മേക്ക് ചെയ്യുന്നതെന്നുള്ളതാണ് നെക്സ്റ്റ് വൺ. സോ ഡയറക്ഷൻ ഓഫ് റിസൾട്ടൻറ്റ് ഫോഴ്സിന് ഇക്വേഷൻ എന്താണ്? tan theta is equal to mod summation of fy by summation of fx. So fxൻ്റെ fyയുടെയും വാല്യൂ ഉണ്ട്. ഫ്രം ദാറ്റ് വി ഗെറ്റ് theta with an angle 59 റിസൾട്ടൻറ്റ് വിത്ത് ആൻ ആംഗിൾ 59.86. സോ ഇതാണല്ലോ. സോ ഈ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടി മാഗ്നിറ്റ്യൂഡ് 3764 മേക്കിംഗ് ആൻ ആംഗിൾ 59.86. ഓക്കെ, നമ്മളപ്പോൾ എന്താണ് ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് ഈ ഫോഴ്സ് നിൽക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. ദാറ്റ് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എന്താണ് ആ ഫോഴ്സും അതുപോലെ തന്നെ മൊമെൻറ്റ് സെൻറ്റർ, അതാണ് പി. മൊമെൻറ്റ് സെൻറ്ററുമായിട്ടുള്ള എന്താണ് ഡിസ്റ്റൻസ് നമുക്ക് ഡിറ്റർമിൻ അറിയണം. സോ അതാണ് പൊസിഷൻ എന്ന് പറയുന്നത്. വി നീഡ് ടു ഡിറ്റർമിൻ ദ പൊസിഷൻ ഓഫ് റിസൾട്ടൻറ്റ്. സോ ഇതാണ് ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ. ഈ ഫോഴ്സ് ഇൻക്ലൈൻഡ് ആയിട്ടുള്ളത് കൊണ്ട് ഇതാണ് എൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ. സോ ഈ പോയിൻറ്റും ഈ ലൈൻ ഓഫ് ആക്ഷനും തമ്മിലുള്ള ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എക്സ് ആണ് നമുക്കിനി ഡിറ്റർമിൻ ചെയ്യേണ്ടത്. പൊസിഷൻ ഓഫ് റിസൾട്ടൻറ്റ്, എത്ര ഡിസ്റ്റൻസിലാണ് റിസൾട്ടൻറ്റ് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം r ഇൻറ്റു എക്സ്, റിസൾട്ടൻറ്റ് ഇൻറ്റു അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സമ്മേഷൻ ഓഫ് മൊമെൻ്റ് ആണ്. സോ അതിനകത്ത് നമുക്ക് സമ്മേഷൻ ഓഫ് മൊമെൻറ്റ് ഡിവൈഡ് ബൈ റിസൾട്ടൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഡിറ്റർമിൻ ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എന്താണ് മൊമെൻറ്റ് സെൻറ്റർ ആൻഡ് ദ ഫോഴ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പൊസിഷൻ ഓഫ് റിസൾട്ടൻറ്റ് ഈസ് ഫ്രം വേരിഗൺസ് എക്സ്റ്റെൻഡഡ് തിയറം ആണ്. വേരിഗൺസ് തിയറം എന്ന് പറയുന്നത് എക്സ്റ്റെൻഡഡ് തിയറത്തിൽ നിന്നാണ് നമുക്ക് ഈ വാല്യൂ കിട്ടുന്നത്. കാരണം എക്സ്റ്റെൻഡഡ് തിയറം ഈസ് യൂസ്ഡ് ഫോർ നോൺ കോപ്ലാനാർ ഫോഴ്സസിന് വേണ്ടിയാണ് നമ്മൾ എക്സ്റ്റെൻഡഡ് തിയറം യൂസ് ചെയ്യുന്നത്. സോ വേരിഗൺസ് എക്സ്റ്റെൻഡഡ് തിയറം അനുസരിച്ച് എന്താണ്, ദിസ് ഈസ് ദ ഇക്വേഷൻ. Resultant into corresponding perpendicular distance is equal to the sum of the moment in that beam. അല്ലെങ്കിൽ ആ ബീമിൽ ആക്ട് ചെയ്യുന്ന എല്ലാ മൊമെൻറ്റിൻ്റെ സമ്മ് എടുത്താൽ മതി. r ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു f1 ഇൻറ്റു x1 പ്ലസ് f2 ഇൻറ്റു x2 പ്ലസ് f3 ഇൻറ്റു x3 പ്ലസ് f4 ഇൻറ്റു x4 എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഓരോ ഫോഴ്സും ഇൻറ്റു അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അതെന്ന് പറയുന്നത് എന്താണ്, ആ ബീമിലുള്ള ടോട്ടൽ മൊമെൻ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? സോ ഇപ്പോൾ നമുക്ക് എന്ത് വേണം? സോ വി നീഡ് ടു ഡിറ്റർമിൻ ദി പൊസിഷൻ ഓഫ് ദ റിസൾട്ടൻറ്റ് ഫോഴ്സ്. റിസൾട്ടൻറ്റ് ഫോഴ്സിൻ്റെ പൊസിഷനാണ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. സോ പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യാൻ വി ക്യാൻ അപ്ലൈ ദി വേരിഗൺസ് എക്സ്റ്റെൻഡഡ് തിയറം. സമ്മേഷൻ ഓഫ് മൊമെൻ്റ് എന്ന് പറയുന്നത് റിസൾട്ടൻറ്റ് ഇൻറ്റു എക്സ് ആണ്, അല്ലെങ്കിൽ r ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് മൊമെൻ്റ് അബൌട്ട്, ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് പി ക്യു ആർ എസ് അല്ലേ തന്നിരിക്കുന്നത്. സോ ദിസ് പോയിൻ്റ് ഈസ് പി. അപ്പോൾ നമുക്ക് റിസൾട്ടൻറ്റ് വാല്യൂ കിട്ടി. ഇവിടെ എത്രയോ ഡിസ്റ്റൻസ് മാറിയിട്ട് ഒരു ഇൻക്ലൈൻഡ് ആയിട്ട് റിസൾട്ടൻ്റ് എന്ന് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ റിസൾട്ടൻറ്റ്. സോ റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ, എല്ലാ ഫോഴ്സസിൻ്റെ ഡയറക്ഷൻ ഡൗൺവേർഡ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡയറക്ഷനും നമ്മൾ എന്താ ഡൗൺവേർഡ് ആയിട്ട് കൊടുത്തു. സോ r ഈസ് 3764.97 അറ്റ് ആൻ ആംഗിൾ 59.86. സോ നമുക്ക് പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എത്രയാണ് അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് അറിയത്തില്ല. സോ ഫോർ ഡിറ്റർമിനിങ് ദാറ്റ് വി നീഡ് ടു apply the Varigan's extended theorem. So x is equal to summation of moment at p divided by r. അപ്പോൾ നമുക്ക് r അറിയാം. സോ summation of moment at p ആണ്. സോറി, ഇവിടെ ഞാൻ a എന്ന് കൊടുത്തിരിക്കുന്നത്, നമുക്ക് p ആണ് വേണ്ടത്. ദാറ്റ് ഇസ് p എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മൊമെൻ്റ് എടുക്കേണ്ടത്. ഓക്കെ, സോ summation of moment at p, ദാറ്റ് ഈസ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് വിത്ത് റെസ്പെക്റ്റീവ് ആയിട്ടാണ് നമ്മളെപ്പോഴും മൊമെൻ്റ് എടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യന് പറഞ്ഞിരിക്കും, ഇവിടെ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ല വിത്ത് റെസ്പെക്റ്റ് ഏത് പോയിന്റിൽ നിന്നാണ് എടുക്കേണ്ടതെന്ന്. ചിലപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിനെ വിത്ത് റെസ്പെക്റ്റ് മൊമെൻ്റ് എടുക്കാം, അല്ലെങ്കിൽ എൻഡിങ് പോയിന്റ് PQRS വെച്ചിട്ട് വിത്ത് റെസ്പെക്റ്റ് മൊമെൻ്റ് എടുക്കാം. ഇവിടെ ഒന്നും പറയാത്തത് കൊണ്ട് നമ്മളെന്താണ്, നമുക്ക് പിയും എസ്സും ആണ്, അതിൻ്റെ ഇടയ്ക്ക് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പിയും ഈ ഫോഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്കറിയത്തില്ല, അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഇതിവിടെ ആക്ട് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. സോ വി നീഡ് ടു ഡിറ്റർമിൻ ദിസ് എക്സ് വാല്യൂ. സോ നമുക്ക് എക്സ് വാല്യൂ കാണുമെങ്കിൽ റിസൾട്ടൻ്റ് ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് ഈ ബീമിൽ ആക്ട് ചെയ്യുന്ന മൊമെൻറ്റിന് എന്താണ് ഈക്വൽ ആയിരിക്കും. സോ അതിനകത്ത് നമുക്ക് എന്ത് കിട്ടും,
എക്സ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വേണം? മൊമെൻ്റ് അബൌട്ട് പി എടുക്കണം. സോ ഇനി മൊമെൻ്റ് കാണാനാണ് അറിയേണ്ടത്. ഇതാണ് നമ്മുടെ പോയിൻറ്റ് പി. മൊമെൻ്റ് അബൌട്ട് പി എന്ന് പറയുന്ന പോയിൻറ്റിന് മൊമെൻ്റ് എടുക്കണം. നിങ്ങൾ അറിയേണ്ടത് ക്ലോക്ക് വൈസ് ആയിട്ടാണ് മൊമെൻ്റ് വരുന്നതെങ്കിൽ അത് പോസിറ്റീവായിട്ടും, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് ഡയറക്ഷൻ വരുന്നതുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടും വേണം റെപ്രസെൻ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മളിപ്പോൾ ഫോഴ്സ് ഡൗൺവേർഡ് ആണെങ്കിൽ നെഗറ്റീവും അപ്വേർഡ് ആണെങ്കിൽ പോസിറ്റീവും എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇഫ് ദ മൊമെൻറ്റ് ഡയറക്ഷൻ ഈസ് ക്ലോക്ക് വൈസ് വി ക്യാൻ കൺസിഡർ ദാറ്റ് മൊമെൻറ്റ് ആസ് പോസിറ്റീവ്, ആൻഡ് ഇഫ് ദ മൊമെൻറ്റ് ഡയറക്ഷൻ ഈസ് നെഗറ്റീവ് വി ക്യാൻ കൺസിഡർ ദാറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ദെൻ വി ക്യാൻ കൺസിഡർ ആസ് നെഗറ്റീവ്. അപ്പോൾ ക്ലോക്ക് വൈസ് ഈസ് പോസിറ്റീവ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ഈസ് നെഗറ്റീവ്. സോ വി നീഡ് ടു ഡിറ്റർമിൻ ദ മൊമെൻറ്റ് അബൌട്ട് പി. അപ്പോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് എന്താ? ഫോഴ്സ് ഇൻറ്റു അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, ആ മൊമെൻറ്റ് സെൻറ്ററുമായിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ നമുക്കൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു ഫോഴ്സ്. ഓക്കെ, ആദ്യം ഫസ്റ്റ് ഫോഴ്സ് ഈസ് 1000 ഇൻറ്റു അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ പി എന്ന് പറയുന്ന പോയിന്റിൽ വെച്ച് തന്നെയാണ് എന്ത് മൊമെൻ്റ് എടുക്കുന്നത്. സോ ഫോഴ്സ് പിയിൽ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. സോ പിയും ഫോഴ്സും തമ്മിൽ അവിടെ എന്തില്ല? ഡിസ്റ്റൻസ് ഇല്ല. സോ 1000 ഇൻറ്റു 0 പ്ലസ്, ഇനി നോക്കേണ്ടത് ഇവിടെ എല്ലാം നിങ്ങൾക്ക് ഇൻക്ലൈൻഡ് ഫോഴ്സ് ആണ്. അപ്പോൾ ഇൻക്ലൈൻഡ് ഫോഴ്സ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇൻക്ലൈൻഡ് ഡിസ്റ്റൻസ് തന്നെയാണ് നമുക്ക് എടുക്കേണ്ടത്. സോ അത് നമുക്കറിയാത്തത് കൊണ്ട് തന്നെ ഇൻക്ലൈൻഡ് ഫോഴ്സിനെ നമുക്ക് എന്ത് ആക്കിയെടുക്കാം? വെർട്ടിക്കൽ കമ്പോണൻറ്റും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എക്സാക്ട്ലി അത് ആ ഒരു പോയിന്റിൽ തന്നെ മേക്ക് ചെയ്യും. ദാറ്റ് ഈസ് നമുക്കിവിടെ ഇതാണ് പി. സോ മൊമെൻ്റ് അബൌട്ട് പി വേണം ഈസ് ഈക്വൽ ടു 1000 ഇൻറ്റു 0. ഇത് ക്ലോക്ക് വൈസ് ആയിട്ട് 0 ആണ് എന്തായാലും. നെക്സ്റ്റ് ഈ ഇൻക്ലൈൻഡ് ഫോഴ്സസിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? റിസോൾവ് ചെയ്യണം. ദാറ്റ് ഈസ് വേരിയൻസ് തിയറം. ഫസ്റ്റ് തിയറം എന്താ പറയുന്നത്? ഇപ്പോൾ ഒരു ഫോഴ്സ് ഉണ്ട്, അതിന് 2 കമ്പോണൻസ് ഉണ്ടെങ്കിൽ ആ കമ്പോണൻസിൻ്റെ സം എടുത്താൽ മതിയാവും എന്നാണ് പറയുന്നത്. സോ ഈ ഇൻക്ലൈൻഡ് ഫോഴ്സിനെ ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റും ആയിട്ട് എടുത്തു. സോ ദാറ്റ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഇൻറ്റു അതിൻ്റെ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് പ്ലസ് ഈ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഇൻറ്റു അതിൻ്റെ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എടുത്താൽ മതി. സോ നമുക്ക് എക്സാക്ട്ലി ഈ ഡിസ്റ്റൻസ് എടുത്താൽ മതി റിസോൾവ് ചെയ്യുമ്പോൾ. 2 മീറ്റർ അല്ല 4 മീറ്റർ. സോ ദിസ് വെർട്ടിക്കൽ കമ്പോണൻറ്റ് എത്രയാണ്? പ്ലസ് 1500 വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഈസ് sin 60 ഇൻറ്റു 4 അല്ലേ? സോ ദിസ് ഈസ് ദ മൊമെൻറ്റ് ഡ്യൂ ടു 1500 വെർട്ടിക്കൽ കമ്പോണൻറ്റ്. ഇനി അവിടെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ട്. ഇനി നിങ്ങൾ അറിയേണ്ടത് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എന്താണ്? ഈ ഒരു പോയിന്റ് ലൈൻ ഓഫ് ആക്ഷനിൽ കൂടി തന്നെയാണ് പാസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു മൊമെൻറ്റ് 0 ആവുന്ന കേസുകൾ എവിടെയൊക്കെയാണ്? 2 കേസുകളാണ് മൊമെൻറ്റ് 0 ആവുന്നത്. ഒന്ന് എന്താണ്? മൊമെൻറ്റ് സെൻറ്ററിൽ തന്നെയാണ് മൊമെൻറ്റ് ആക്ട് ചെയ്യുന്നതെങ്കിൽ, ദാറ്റ് ഈസ് ഫസ്റ്റ് കേസ്. 1000 ഇൻറ്റു 0 അവിടെ മൊമെൻറ്റ് ഇല്ല. മൊമെൻറ്റ് സെൻറ്ററിൽ തന്നെയാണ് ആക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്? ദർ ഈസ് നോ മൊമെൻറ്റ്. ഇനി അതുപോലെ തന്നെ മൊമെൻറ്റ് സെൻറ്ററിൽ കൂടി തന്നെയാണ് ഒരു ഫോഴ്സ് പാസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഇതാണ് നിങ്ങൾക്ക് മൊമെൻ്റ് എടുക്കേണ്ടത്. ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് തന്നെയാണ് ആക്ട് ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തില്ല? മൊമെൻ്റ് ഇല്ല. സോ ഇവിടെ എന്താണ്? ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് കാരണം മൊമെൻറ്റ് ജനറേറ്റ് ആവത്തില്ല. എന്തുകൊണ്ടാണ്? ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് സെയിം ലൈൻ ഓഫ് ആക്ഷനിൽ കൂടി തന്നെയാണ് പാസ് ചെയ്യുന്നത്. സോ വെർട്ടിക്കൽ കമ്പോണൻറ്റ് കാരണം മാത്രമേ എന്തുള്ളൂ? നമുക്കിവിടെ മൊമെൻ്റ് ഉള്ളൂ. അപ്പോൾ നമ്മൾ അറിയേണ്ടത് മൊമെൻ്റ് അബൌട്ട് പി ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ ഓരോ ഫോഴ്സ് ഇൻറ്റു അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പ്ലസ് ഇൻക്ലൈൻഡ് ഫോഴ്സ് ആണെങ്കിൽ അതിനെ റിസോൾവ് ചെയ്യുക. ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായിട്ട് റിസോൾവ് ചെയ്തിട്ട് വേണം മൊമെൻ്റ് എടുക്കാൻ. സോ 1500 sin 60 ഇൻറ്റു 4 പ്ലസ് അടുത്ത എന്താ? 1000 ഇൻറ്റു sin 45 ഇൻറ്റു ഇതിവിടെ ആയിരിക്കും ആക്ട് ചെയ്യുന്ന വെർട്ടിക്കൽ കമ്പോണൻറ്റ്. അതിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? 8 മീറ്റർ ഇൻറ്റു 8 പ്ലസ് 500 sin 30 ഇൻറ്റു ഇത്രയും ഡിസ്റ്റൻസ്, ടോട്ടൽ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് 12. സോ അതാണ് ഇവിടെ മൊമെൻ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. നോക്കിയേ, 1000 ഇൻറ്റു 0 പ്ലസ് 1500 sin 60 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈസ് 4 ആൻഡ് 1000 sin 45 ഇൻറ്റു ആ ഫോഴ്സും മൊമെൻറ്റ് സെൻറ്റർ ദാറ്റ് ഈസ് പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 8 ആൻഡ് 500 sin 30 ഇൻറ്റു 12. ഓക്കെ, സോ നമുക്ക്
അത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സമ്മേഷൻ ഓഫ് എം എ എത്രയെന്ന് കിട്ടും? 13853 എന്ന് കിട്ടും. സോ എക്സ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് മൊമെൻ്റ് അബൌട്ട് പി ആണ്. ഹിയർ ഓൾസോ പി. സോ എഴുതുമ്പോഴത്തേക്ക് മാറിപ്പോവരുത്. ഹിയർ മൊമെൻ്റ് അബൌട്ട് പി, ഹിയർ മൊമെൻ്റ് അബൌട്ട് പി. സോ സമ്മേഷൻ ഓഫ് മൊമെൻ്റ് അബൌട്ട് പി ഡിവൈഡ് ബൈ ആർ ഈസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? എക്സ് ഈസ് ഈക്വൽ ടു 3.68 മീറ്റർ. ദാറ്റ് ഈസ്, ഇതാണ് നിങ്ങളുടെ എന്താണ് ബീം. അതിൽ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് കണ്ടു, അതിൻ്റെ ആംഗിൾ എത്രയാണെന്ന് കണ്ടു. സോ അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഈ പിയുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ഡിസ്റ്റൻസ് കൂടെ കണ്ടുപിടിച്ചാൽ അതിൻ്റെ പൊസിഷൻ ആവും. സോ ദിസ് എക്സ് വാല്യൂ ഈസ് ഈക്വൽ ടു 3.68 മീറ്റർ. ആ ഫിഗറും കൂടെ വരച്ചാൽ മതി. ഓക്കെ, 3.68 മീറ്റർ. സോ ഇതാണ് 3.8 3.68 മീറ്റർ. ഓക്കെ, സോ ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ചോദിക്കുന്നത് എന്താണ്? വി നീഡ് ടു ഡിറ്റർമിൻ ദ പൊസിഷൻ. ഫസ്റ്റ് വൺ മാഗ്നിറ്റ്യൂഡ്, ദെൻ ഡയറക്ഷൻ ആൻഡ് പൊസിഷൻ ഓഫ് റിസൾട്ടൻറ്റ് വാല്യൂ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബി സി ഡി ഈസ് weightless rod under the action of 4 forces P, Q, S and T as shown in figure. If P is equal to 10, Q 4 Newton, S is equal to 8 Newton and T is equal to 12 Newton, calculate the resultant in magnitude and direction. Calculate the resultant in magnitude and direction. Also locate its point of application with respect to the end A of the rod. So end A in the ഉള്ള റിസൾട്ടൻറ്റിൻ്റെ പൊസിഷന് ഡിറ്റർമിൻ ചെയ്യണം. സോ വി നീഡ് ടു ഡിറ്റർമിൻ ദ മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ ആൻഡ് പൊസിഷൻ ഓഫ് ദി റിസൾട്ടൻറ്റ് ഫോഴ്സ്. പൊസിഷൻ ഫ്രം എവിടെ നിന്നാണ്? എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നുള്ള പൊസിഷനാണ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. സോ ഇൻക്ലൈൻഡ് ഫോഴ്സസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് അതിനെ എന്ത് ചെയ്യണം? റിസോൾവ് ചെയ്യണം. സോ ഇതിനകത്ത് എല്ലാ ഫോഴ്സസും ഇൻക്ലൈൻഡ് ആണ്. പി ക്യു എസ് ടി എന്ന് പറഞ്ഞ എല്ലാ ഫോഴ്സസും ഇൻക്ലൈൻഡ് ആണ്. സോ ഇൻക്ലൈൻഡ് ഫോഴ്സസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് വി നീഡ് ടു റിസോൾവ് ദാറ്റ് ഫോഴ്സസ് ഇൻ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻറ്റ്, ദെൻ ഡിറ്റർമിൻ ദി സമ്മേഷൻ ഓഫ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ആൻഡ് സമ്മേഷൻ ഓഫ് വെർട്ടിക്കൽ കമ്പോണൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് റൈറ്റിലോട്ടുള്ള എല്ലാം ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എല്ലാം പോസിറ്റീവും, ലെഫ്റ്റിലോട്ടുള്ള ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എല്ലാം നെഗറ്റീവുമാണ്. സോ അതനുസരിച്ച് സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് വൈയും ഡിറ്റർമിൻ ചെയ്യാം. ആണ് ഇതുപോലത്തെ പ്രോബ്ലംസ് നമ്മൾ ഒരുപാട് ചെയ്തായിരുന്നു. ഇതിനകത്തുള്ള ചേഞ്ച് പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ള ഒരു എക്സ്ട്രാ പോയിന്റും കൂടി ഇതിനകത്ത് വരുന്നുള്ളൂ. ഓക്കെ, സോ 6 കിട്ടിക്കഴിഞ്ഞു, ദാറ്റ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ്, ആൻഡ് തീറ്റയും കിട്ടിക്കഴിഞ്ഞു, ദാറ്റ് ഈസ് ദ ഡയറക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? വി നീഡ് ടു ലൊക്കേറ്റ് ദാറ്റ് ഫോഴ്സ്, ദാറ്റ് ഈസ് ഇതിൻ്റെ പൊസിഷൻ അറിയണം. സോ നിങ്ങൾക്ക് 11.71 ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് 78.2 ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഈ റിസൾട്ടൻറ്റിന് നേരത്തെ പ്രോബ്ലത്തിലായിരുന്നുണ്ടെങ്കിൽ എല്ലാ ഫോഴ്സസും ബീമിൻ്റെ താഴോട്ടാണ് ആക്ട് ചെയ്തത്, എല്ലാം ഇതുപോലെയാണ് ആക്ട് ചെയ്തത് അല്ലേ. സോ അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നതിൻ്റെ ഡയറക്ഷൻ ഇത് തന്നെ ആയിരിക്കും, ഡൗൺവേർഡ് തന്നെ ആയിരിക്കും. പക്ഷേ ഈ ഒരു പ്രോബ്ലത്തിൽ എന്താണ് ക്വസ്റ്റ്യൻ? ഒന്ന് അപ്വേർഡ്, ഇത് രണ്ടെണ്ണം ഡൗൺവേർഡ്, എഗെയിൻ അപ്വേർഡ്. സോ ഇതിൻ്റെ റിസൾട്ടൻറ്റ് ആരോ ഡൗൺവേർഡ് ആണോ അപ്വേർഡ് ആണോ എന്ന് നമുക്കറിയത്തില്ല. അത് നമ്മൾ ഫിക്സ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് ഫിക്സ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റിസൾട്ടൻറ്റ് കിട്ടി. റിസൾട്ടൻറ്റ് ഈസ് 11.71 ആൻഡ് ഡയറക്ഷൻ ഈസ് 78.2. സോ ഇപ്പോൾ ഞാൻ അസ്യൂം ചെയ്തു അതിൻ്റെ ഡയറക്ഷൻ ഡൗൺവേർഡ് ആണെന്ന് അസ്യൂം ചെയ്ത് ഞാനൊരു ഫിഗർ വരച്ചു. ദാറ്റ് ഈസ് 11.71 മേക്കിംഗ് ആൻ ആംഗിൾ 78.2. ഇതാണ് അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ. സോ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് മാറി ആണ് ഈ ഒരു റിസൾട്ടൻ്റ് എന്നാണ്. സോ എ എന്നുള്ള ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈസ് എക്സ്. അപ്പോൾ നമുക്ക് സമ്മേഷൻ ഓഫ് മൊമെൻ്റ് അബൌട്ട് ഏതാണ് എടുക്കേണ്ടത്? എ ആണ് എടുക്കേണ്ടത്. അതെന്ന് പറയുന്നത് ആർ ഇൻറ്റു എക്സിന് എന്താണ് ഈക്വൽ ആണ്. സോ അതിനകത്ത് നമുക്ക് സമ്മേഷൻ ഓഫ് മൊമെൻ്റ് അബൌട്ട് എ ഡിവൈഡ് ബൈ ആർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡിറ്റർമിൻ ദ എക്സ് വാല്യൂ. ഓക്കെ, സോ here location of resultant force with respect to end A of rod using the variance theorem. This is the equation. R into x is equal to sigma ma. So sigma ma എന്ന് പറയുന്നത് algebraic sum of the moment ആണ്. എല്ലാ മൊമെൻറ്റിൻ്റെയും കൂടെ സം ആണ് സിഗ്മ ma. സോ എക്സ് എന്ന് പറയുന്ന സിഗ്മ ma ബൈ ആർ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? മൊമെൻ്റ് അബൌട്ട് എ എടുക്കുക. സോ ശ്രദ്ധിച്ചേ, സമ്മേഷൻ ഓഫ് മൊമെൻ്റ് അബൌട്ട് എ.
സോ ഇതാണ് എ. സോ എയിൽ കൂടി ഏതെങ്കിലും ഫോഴ്സ് പാസ് ചെയ്യുന്നെന്നുണ്ടെങ്കിൽ അവിടെ മൊമെൻ്റ് ഉണ്ടാവത്തില്ല, 0 ആണ്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റും എയിൽ കൂടെ തന്നെയാണ് പാസ് ചെയ്യുന്നത്. സോ ദർ ഈസ് നോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, സോ 0. ദെൻ ഇതിൻ്റെ ഹൊറിസോണ്ടൽ ഈ ഫോഴ്സസിൻ്റെ എല്ലാം ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്താണ്? ഈ ലൈൻ ഓഫ് ആക്ഷനിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഒരു ലൈനിൽ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് കാരണം ഒരിക്കലും എന്തുണ്ടാവത്തില്ല, ഈ ഒരു ഫോഴ്സിൻ്റെ ഈ സെയിം ലൈനിൽ തന്നെയാണ് ആക്ട് ചെയ്യുന്നത് കൊണ്ട് ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് കാരണം മൊമെൻ്റ് ഉണ്ടാവത്തില്ല. സോ വെർട്ടിക്കൽ കമ്പോണൻറ്റ് കാരണം മാത്രമാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, മൊമെൻ്റ് ആക്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ മൊമെൻ്റ് ഡിറ്റർമിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മൊമെൻറ്റ് സെൻറ്ററിൽ ഏതെങ്കിലും ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇവിടെ ഇത് മൊമെൻറ്റ് സെൻറ്ററാണ്, ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ മൊമെൻ്റ് ഉണ്ടാകത്തില്ല. ദാറ്റ് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 0 ആയതുകൊണ്ട് തന്നെ ആ മൊമെൻ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, ഇനി മൊമെൻറ്റ് സെൻറ്ററിൽ കൂടി ഏതെങ്കിലും ഫോഴ്സ് സെയിം ലൈൻ ഓഫ് ആക്ഷനിൽ കൂടി ഫോഴ്സസ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, ദാറ്റ് ഈസ് ഇതാണ് നമ്മുടെ മൊമെൻറ്റ് സെൻറ്ററിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ. അതിൽ കൂടെ തന്നെ ഫോഴ്സസ് ആ സെയിം ലൈനിൽ തന്നെ ഫോഴ്സസ് ഉണ്ടെങ്കിൽ ആ ഫോഴ്സ് ഇൻറ്റു അതിന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല. സോ ആ മൊമെൻറ്റും 0 ആയിരിക്കും. അപ്പോൾ വെർട്ടിക്കൽ കമ്പോണൻറ്റിന് മാത്രമേ എന്തുള്ളൂ, വെർട്ടിക്കൽ കമ്പോണൻറ്റിന് മാത്രമേ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസുകൾ നമുക്ക് എഴുതാൻ പറ്റൂ. അപ്പോൾ ഇവിടെ എന്താണ് സമ്മേഷൻ ഓഫ് മൊമെൻ്റ് അബൌട്ട് എ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ഇത് 0 പ്ലസ്, ഇനി നിങ്ങൾ അറിയേണ്ടത് ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണോ ഈ ഫോഴ്സ് കാരണം ജനറേറ്റ് ആകുന്നു എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. സോ ഇത് നിങ്ങൾക്ക് ഡൗൺവേർഡ് ആയിട്ടുള്ള വെർട്ടിക്കൽ കമ്പോണൻ്റ് ആണ് 40 sin 30. ഇത് ഇങ്ങനെയാണല്ലോ എ വിത്ത് റെസ്പെക്റ്റ് ടു അല്ലേ, സോ ഇതുപോലെ എങ്ങനെയാണ് അത് റൊട്ടേറ്റ് ചെയ്യാൻ ചാൻസ്. സോ ദിസ് ഈസ് ക്ലോക്ക് വൈസ്. സോ 4 sin 30 അതാണ് നമ്മുടെ ഫോഴ്സ് ഇൻറ്റു അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഈ ഫോഴ്സും ഈ എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എത്രയാണെന്ന് 1 മീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ എന്താണ് 4 sin 30 ഇൻറ്റു 1. അപ്പോൾ സമ്മേഷൻ ഓഫ് മൊമെൻ്റ് അബൌട്ട് എ ഈസ് ഈക്വൽ ടു 4 sin 30 ഇൻറ്റു 1. ഇനി അടുത്ത ഫോഴ്സ് നോക്കുക. അടുത്തത് ഈ വെർട്ടിക്കൽ കമ്പോണൻ്റ് ആണ്, അതും എന്താണ് ക്ലോക്ക് വൈസ് ആണ്. സോ പ്ലസ് 8 sin 30 ഇൻറ്റു ഇതും തമ്മിലുള്ള എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് എത്രയാണ്, 1 + 1 ദാറ്റ് ഈസ് 2. ഇനി അടുത്തത് ഇവിടുത്തെ വെർട്ടിക്കൽ കമ്പോണൻ്റ് ആണ്, അത് ആക്ട് ചെയ്യുന്നത് അപ്വേർഡായിട്ടാണ്. സോ അപ്വേർഡായിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെയല്ലേ റൊട്ടേറ്റ് ചെയ്യത്തുള്ളൂ, ഈ ഫോഴ്സ് ഇങ്ങനെയേ റൊട്ടേറ്റ് ചെയ്യത്തുള്ളൂ. സോ ദാറ്റ് ഈസ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ മൈനസ് എത്രയാണ് 12 sin 60 ഇൻറ്റു ഈ ഫോഴ്സും ഈ പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ടോട്ടൽ 1 + 1 + 1 ദാറ്റ് ഈസ് 3. സോ ദിസ് ഈസ് ദ സമ്മേഷൻ ഓഫ് മൊമെൻറ്റ് ഇൻ ദിസ് ബീം. അപ്പോൾ ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണോ ആക്ട് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് ഡയറക്ഷൻ ഇടുക. ക്ലോക്ക് വൈസ് മൊമെൻറ്റ്സ് ആർ പോസിറ്റീവ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്സ് ആർ നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, സമ്മേഷൻ ഓഫ് മൊമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചേ, സമ്മേഷൻ ഓഫ് മൊമെൻ്റ് നമ്മൾ ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് സമ്മേഷൻ ഓഫ് മൊമെൻ്റ് നമ്മൾ എടുത്തു. ഓക്കെ, സോ സമ്മേഷൻ ഓഫ് മൊമെൻ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആ വാല്യൂ എത്രയെന്ന് കിട്ടി, ഒരു നെഗറ്റീവ് വാല്യൂ കിട്ടി. ദാറ്റ് മീൻസ് ആ ബീമിലുണ്ടാകുന്ന മൊമെൻറ്റിൻ എന്താണ് ഫൈനൽ സമ്മേഷൻ ഓഫ് മൊമെൻ്റ് എന്ന് പറയുന്നത് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. അപ്പോൾ ഫൈനൽ മൊമെൻ്റ് ആ ബീമിൽ ആക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. അതുകൊണ്ട് റിസൾട്ടൻ്റ് കാരണം ഉണ്ടാകുന്ന മൊമെൻറ്റും എന്തായിരിക്കണം, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കണം. കാരണം നമുക്ക് എന്താണ് റിസൾട്ടൻ്റ് ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് എം എ അല്ലേ, സോറി, നമുക്ക് റിസൾട്ട് എക്സ് ഇൻറ്റു ആർ അല്ലെങ്കിൽ റിസൾട്ടൻ്റ് ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് എം എ. നമുക്ക് എം എയുടെ വാല്യൂ നെഗറ്റീവാണ് കിട്ടിയത് ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. സോ നമുക്ക് എക്സിൻ്റെ വാല്യൂ എപ്പോഴും ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടണം. ഓക്കെ, എക്സ് എന്ന് പറയുന്ന ഒരു എക്സാക്ട് പോസിറ്റീവ് വാല്യൂ ആയിരിക്കണം. സോ സമ്മേഷൻ ഓഫ് എം എ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ റിസൾട്ടൻ്റ് കാരണം ഉണ്ടാകുന്ന മൊമെൻറ്റും എന്തായിരിക്കണം, നെഗറ്റീവ് ആയിരിക്കണം. ഓക്കെ, അത് അറിഞ്ഞേക്കുക. സോ റിസൾട്ടൻ്റിൻ്റെ ഡയറക്ഷൻ നോക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത്.
അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുവാണ് റിസൾട്ടൻറ്റ് ഡൗൺവേർഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതാണെന്നുണ്ടെങ്കിൽ ഈ റിസൾട്ടൻറ്റ് കാരണം എപ്പോഴും ഇതിനെ ഇപ്പോൾ റിസോൾവ് ചെയ്താലും ഇത് കാരണം എപ്പോഴും ഒരു ക്ലോക്ക് വൈസ് മൊമെൻറ്റ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ ഈ റിസൾട്ടൻറ്റ് കാരണം. ബട്ട് ആക്ച്വലി ഈ റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? അപ്വേർഡ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കൊരു ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ജനറേറ്റ് ആവത്തുള്ളൂ. ഓക്കെ, സോ സമ്മേഷൻ ഓഫ് മൊമെൻ്റ് എന്ന് പറയുന്നത് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. സോ ദ മൊമെൻ്റ് ഓഫ് ആർ എബൌട്ട് എ ഷുഡ് ബി ആൻറ്റി ക്ലോക്ക് വൈസ്. സോ സമ്മേഷൻ ഓഫ് മൊമെൻ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് തന്നെ ആർ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മൊമെൻറ്റും എന്തായിരിക്കണം? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കണം. സോ ഡയറക്ഷൻ ഞാൻ എന്തെന്ന് കൊടുത്തു? അപ്വേർഡ് ആയിട്ട് കൊടുത്തു. സോ ദിസ് ഈസ് ദ ആക്ച്വൽ ഡയറക്ഷൻ. സോ സിഗ്മ എം എ ഇസ് ഈക്വൽ ടു ആർ ഇൻ ബി എക്സ്. അതിനകത്ത് നിന്ന് നമുക്ക് സിഗ്മ എം എയുടെ വാല്യൂം കിട്ടിയിട്ടുണ്ട്, ആറിൻ്റെ വാല്യൂം കിട്ടിയിട്ടുണ്ട്. സോ അതിനകത്ത് നമുക്ക് എന്ത് കിട്ടി? 1.86. സോ എക്സ് ഈസ് ഈക്വൽ ടു 1.86 മീറ്റർ. ഓക്കെ, ക്ലിയർ ആണോ? ആ ഡയറക്ഷൻ എടുക്കാതെ ഡയറക്റ്റ് എന്ന് വെച്ചാൽ ആ സൈൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. ആ സൈൻ അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. x is equal to 21.176. That 21.176 is anti-clockwise. So നമ്മൾ റിസൾട്ടിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് കൊടുത്തു. ഓക്കെ, സോ ഇതാണ് ആക്ച്വലി പൊസിഷൻ എന്ന് പറയുന്നത്. 1.81 ഡിസ്റ്റൻസിലാണ് ഈ റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്നത്. സോ റിസൾട്ടൻ്റ് വിത്ത് ആൻ ആംഗിൾ 78.1. അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് എയിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയാണ്? 1.81 ഡിസ്റ്റൻസ് മാറിയാണ്. ക്ലിയർ? ഓക്കെ, പ്രോബ്ലം ചെയ്ത് മനസ്സിലാക്കി നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ മൊമെൻറ്റ് ഓഫ് ഫോഴ്സ്. നമുക്ക് മൊമെൻ്റ് ആണ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. ഫോഴ്സ് തന്നിട്ടുണ്ട്, ഒരു ഫോഴ്സ് തന്നിട്ടുണ്ട്. F is equal to 10 kN ആക്ടിങ് അറ്റ് പോയിൻറ്റ് എ ആസ് ഷോൺ ഇൻ ഫിഗർ വെൻ ആംഗിൾ ഈസ് 0, 30 ആൻഡ് 90 ആണെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഡിറ്റർമിൻ ദ മൊമെൻറ്റ്. ആ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന മൊമെൻ്റ് ആണ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരു ട്രയാങ്കുലാർ പോർഷനാണ് തന്നിരിക്കുന്നത്. അതായത് 5 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് ഈ ലെങ്ത്. ഇത് 30 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ആൻഡ് എ ഫോഴ്സ് ഓഫ് 10 kN ആക്ടിങ് വിത്ത് ആൻ ആംഗിൾ തീറ്റ. സോ ഈ തീറ്റ 0 ആകുമ്പോൾ മൊമെൻ്റ് എത്രയാണെന്ന് കാണാം. തീറ്റ 30 ആകുമ്പോൾ എത്രയാണ് മൊമെൻ്റ് എന്ന് കാണാം. തീറ്റ 90 ആകുമ്പോൾ ഈ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന മൊമെൻ്റ് ഡിറ്റർമിൻ ചെയ്യണം. ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. സോ മൊമെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്നറിയാം? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈസ് മൊമെൻറ്റ്. ഫോഴ്സും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസുമാണ് മൊമെൻ്റ് എന്ന് പറയുന്നത്. സോ വെൻ ഫസ്റ്റ് തീറ്റ 0 ആകുമ്പോൾ എന്താണ് മൊമെൻ്റ് എന്ന് നോക്കുക. സോ ഇവിടെ നോക്കിയേ, അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ഫോഴ്സ്. ഇത് 30 ഡിഗ്രി 5 മീറ്റർ ഇൻക്ലൈൻ, ഇതിലാണ് നമുക്ക് ഫോഴ്സ് നിൽക്കുന്നത്. ഫോഴ്സ് 10 കിലോ ന്യൂട്ടനാണ് തന്നിട്ടുണ്ട്. അപ്പോൾ 10 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്നത് ആംഗിൾ എന്താണ്? ഇപ്പോൾ അറ്റ് ആൻ ആംഗിൾ തീറ്റയിലാണ് നിൽക്കുന്നത്. അപ്പോൾ F is equal to 10 കിലോ ന്യൂട്ടൺ. തീറ്റ 0 ആകുമ്പോൾ ഇതിങ്ങനെ ഹൊറിസോണ്ടലായിട്ടാണല്ലോ ആക്ട് ചെയ്യുന്നത്. സോ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ വോട്ട് ഈസ് ദ മൊമെൻ്റ് എന്നാണ്. സോ ദിസ് ഫോഴ്സ് ഇൻറ്റു ഈ ഫോഴ്സ് ഇൻറ്റു അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. മൊമെൻ്റ് എബൌട്ട് O ആണ് വേണ്ടത്. സോ 5 ഇൻറ്റു 5 ഇങ്ങനെ വന്ന് അതിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? ഈ ഒരു ഹൈറ്റിലാണ് അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. 5 ആക്ട് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഇത് ആക്ട് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇതിന് പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് ഇതല്ലേ. സോ ദിസ് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 10 ഇൻറ്റു ഈ ഹൈറ്റ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഡയറക്ഷൻ 5 മീറ്റർ എന്നും ആംഗിൾ 30 എന്ന് തന്നിരുന്നാൽ ഇതെന്തായിരിക്കും? 5 cos 30. ദിസ് ഹൈറ്റ് ഈസ് 5 sin 30 ആയിരിക്കും. സോ എഫ് ഇൻറ്റു അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 5 sin 30 ആയിരിക്കും എന്ത്? മൊമെൻ്റ് എന്ന് പറയുന്നത്. വെൻ തീറ്റ ഇസ് ഈക്വൽ ടു 0 നമുക്ക് വേണ്ടത് ഫോഴ്സ് ഇൻറ്റു അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് മൊമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വെൻ തീറ്റ ഇസ് ഈക്വൽ ടു 0 ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ഹൊറിസോണ്ടലായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, സോ ദിസ് ഫോഴ്സ് ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു ഓയിലാണ് നമുക്ക് എന്തെടുക്കേണ്ടത്? മൊമെൻ്റ് എടുക്കേണ്ടത്. സോ ഈ ഫോഴ്സ് ഇൻറ്റു അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈസ് 5 sin 30. സോ എഫ് ഇൻറ്റു 5 sin 30 ഈസ് എന്താണ്? മൊമെൻറ്റ്. ഇനി അറിയേണ്ടത് അതിൻ്റെ യൂണിറ്റ് ആണ്. മൊമെൻറ്റിൻ്റെ യൂണിറ്റ്, ഫോഴ്സിൻ്റെ യൂണിറ്റ് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? കിലോ ന്യൂട്ടൺ ആണ് ഫോഴ്സിൻ്റെ യൂണിറ്റ്. ദെൻ
ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്ററിലുമാണ് തന്നിരിക്കുന്നത്. സോ എഫ് ഇൻറ്റു ഡി എന്ന് പറയുമ്പോൾ കിലോ ന്യൂട്ടൺ ഇൻറ്റു മീറ്റർ. സോ കിലോ ന്യൂട്ടൺ മീറ്ററാണ് മൊമെൻറ്റിൻ്റെ യൂണിറ്റ്. യൂണിറ്റ് എഴുതാതെ മെക്കാനിക്സിൽ നിങ്ങൾ എല്ലാത്തിനും യൂണിറ്റ് എഴുതി തന്നെ പോകണം. ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്നത് മീറ്ററിലാണെന്നുണ്ടെങ്കിൽ മീറ്റർ എന്ന് എടുത്തെഴുതുക. ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ന്യൂട്ടണിലാണെന്നുണ്ടെങ്കിൽ ന്യൂട്ടൺ എന്ന് എടുത്തെഴുതുക. അല്ലെങ്കിൽ കിലോ ന്യൂട്ടൺ ആണെന്നുണ്ടെങ്കിൽ കിലോ ന്യൂട്ടൺ എന്ന് എഴുതുക. ഇനിയിപ്പോൾ മൊമെൻറ്റ് ഡിറ്റർമിൻ ചെയ്യുമ്പോൾ മൊമെൻറ്റിൻ്റെ യൂണിറ്റും എഴുതുക. ഓക്കെ. സോ വെൻ തീറ്റ 0 ആയിരുന്നു ഫസ്റ്റ് കേസ്. ഇനി അടുത്ത തീറ്റ 30 ഉള്ളതുകൊണ്ട് തീറ്റ 90 ഉള്ളതുണ്ട്. സോ നെക്സ്റ്റ് വൺ വെൻ തീറ്റ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. അപ്പോൾ എന്താണ്? തീറ്റ 30 ഡിഗ്രിയിലാണ്. ദാറ്റ് ഈസ് ഈ ആംഗിളും 30യിലാണ്, ഈ ഒരു പ്ലെയിനും 30യിലാണ്, 30 ഡിഗ്രി ആംഗിളിലാണ് ഈ ഫോഴ്സും ആക്ട് ചെയ്യുന്നത്. സോ സെയിം ലൈൻ ഓഫ് ആക്ഷൻ, നമുക്കിതല്ലേ ഇവിടെയാണ് മൊമെൻ്റ് എടുക്കേണ്ടത്. സോ ഈ സെയിം ലൈൻ ഓഫ് ആക്ഷനിൽ കൂടെ തന്നെയാണ് ഈ 10 ന്യൂട്ടൺ പാസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്തില്ല? മൊമെൻ്റ് ഇല്ല. ലൈൻ ഓഫ് ആക്ഷനും ലൈൻ ഓഫ് ആക്ഷൻ ഈ സെയിം. മൊമെൻറ്റ് സെൻറ്ററിൽ കൂടി തന്നെയാണ് ഈ ഫോഴ്സ് പാസ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ ദെയർ ഈസ് നോ മൊമെൻറ്റ്. സോ മൊമെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. നെക്സ്റ്റ് വെൻ 90 ഡിഗ്രി, ദാറ്റ് ഈസ് ഫോഴ്സ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആവുകയാണെന്നുണ്ടെങ്കിൽ ഇത് 90 ഡിഗ്രി ഇതിങ്ങനെയല്ലേ വരുന്നത്? 90 ഇൻറ്റു അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഇത്രയും ഡിസ്റ്റൻസിലാണ് ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ 10 കിലോ ന്യൂട്ടൺ, 10 ഇൻറ്റു 5 cos 30, അത് ക്ലോക്ക് വൈസ് ആണ്. സോ എം ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി. ഫോഴ്സ് ഈസ് 10 കിലോ ന്യൂട്ടൺ ആൻഡ് ദിസ് ഫോഴ്സ് ഈസ് മേക്കിംഗ് ആൻ ഡിസ്റ്റൻസ് ഓഫ് 5 cos 30. സോ 5 cos 30 ഇതാണ്. അപ്പോൾ ഡിഫറെൻ്റ് ആംഗിൾ വരുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ്. ഇനി നിങ്ങൾക്ക് മേ ബി ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കാം. വാട്ട് ഈസ് ദ മാക്സിമം മൊമെൻറ്റ് വെൻ മാക്സിമം മൊമെൻറ്റ് എത്രയാണെന്ന് ചോദിക്കാം. മാക്സിമം മൊമെൻറ്റ് എത്രയാണെന്ന് വെച്ചാൽ ഇതാണല്ലോ നമ്മുടെ പ്ലെയിൻ മേക്കിംഗ് ആൻ ആംഗിൾ 20 ഡിഗ്രിയോ 30 ഡിഗ്രി. സോ ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് എന്ത് ഡിറ്റർമിൻ ചെയ്യേണ്ടത്? മൊമെൻറ്റ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. സോ ഫോഴ്സ് എക്സാക്ട്ലി ഈ പോയിൻറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുമ്പോൾ 5 മീറ്റർ ആയിരിക്കും അവിടെ എന്താണ്? മാക്സിമം മൊമെൻ്റ് എന്ന് പറയുന്നത്. സോ മൊമെൻറ്റ് ഈസ് മാക്സിമം വെൻ ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു ഒ എക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, സോ ഒ എക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദിസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് 5 അല്ലേ? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 5. സോ ഫോഴ്സ് ഇൻറ്റു ഒ എ 10 ഇൻറ്റു ഒ എ ഈസ് 50 കിലോ ന്യൂട്ടൺ. സോ അതാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യനും ചോദിക്കാം. മാക്സിമം മൊമെൻ്റ് എപ്പോഴും എവിടെയായിരിക്കും? ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മൊമെൻ്റ് എപ്പോഴും എന്താണ്? മാക്സിമം ആയിരിക്കും. ഓക്കെ. ഇനി ഈ ഒരു ചെറിയ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ മൊമെൻറ്റ് ഓഫ് ഗിവൺ ഫോഴ്സ് അബൌട്ട് ഒയിന് വിത്ത് റെസ്പെക്ട് ടു മൊമെൻറ്റ് എടുക്കണം ആൻഡ് ഫോഴ്സ് എത്ര ആംഗിളിലാണ് മേക്ക് ചെയ്യുന്നത്? ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ആക്ച്വലി ക്വസ്റ്റ്യൻ ഈസ് ദിസ്. വിത്ത് ആൻ ആംഗിൾ 20 ആംഗിൾ, ഇത് 5. സോ ഇത് 5 cos 20യും ഇത് 5 sin 20യും. നിങ്ങൾക്ക് ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത് ഈ ഫോഴ്സ് 10 കിലോ ന്യൂട്ടൺ ഒരു 80 ഡിഗ്രി ആംഗിളിലാണ് പോകുന്നതെന്നാണ്. ഓക്കെ. സോ 80 ഡിഗ്രി ആംഗിളിലാണ് ഇത് മേക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് എക്സാക്ട്ലി എന്താണ് വെർട്ടിക്കലായിട്ടോ അല്ലെങ്കിൽ ലൈൻ ഓഫ് ആക്ഷനിൽ കൂടെയോ അല്ലെങ്കിൽ ഹൊറിസോണ്ടലായിട്ടോ ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കറക്റ്റ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കാൻ പറ്റും. സോ ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു 80 ഡിഗ്രിയിലാണ് ആക്ട് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഈ ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഈ ഇൻക്ലൈൻഡ് ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഈ ഡിസ്റ്റൻസ് നമുക്ക് അറിയത്തില്ല മൊമെൻ്റ് എടുക്കാൻ. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതിനെ കൺവേർട്ട് ചെയ്യണം. സോ ഇൻക്ലൈൻഡ് ഫോഴ്സിനെ നമ്മൾ എന്തൊക്കെയായിട്ട് മാറ്റണം? ഈ ഇൻക്ലൈൻഡ് ഫോഴ്സിനെ റിസോൾവ് ചെയ്യണം. ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആയിട്ടും ഒരു വെർട്ടിക്കൽ കമ്പോണൻ്റ് ആയിട്ടും. ഹൊറിസോണ്ടലായിട്ട് വെർട്ടിക്കലായിട്ട് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇൻറ്റു അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആൻഡ് വെർട്ടിക്കൽ ഫോഴ്സ് ഇൻറ്റു അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുത്താൽ മതി നമുക്ക് എന്ത് ഡിറ്റർമിൻ ചെയ്യാൻ? മൊമെൻറ്റ് ഡിറ്റർമിൻ ചെയ്യാൻ. ഓക്കെ. സോ ഇതാണ് വേരിയൻസ് തിയറിത്തിൽ പറയുന്നത്. ഒന്നുകിൽ നമ്മൾ ഈ റിസൾട്ടൻറ്റ് ഈ ഫോഴ്സ് ഇൻറ്റു അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കണം മൊമെൻറ്റ് കിട്ടാൻ, അല്ലെങ്കിൽ ഈ കമ്പോണൻറ്റ് ഫോഴ്സ് രണ്ടും കൂടി വെച്ചിട്ട് എന്തെടുക്കണം? മൊമെൻറ്റ് എടുക്കണം. ഇവിടെ നമുക്ക് ഈ ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഈ ഇൻക്ലൈൻഡ് ഫോഴ്സിനെ ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായിട്ട് റിസോൾവ് ചെയ്തു.
സോ ഇനി മൊമെൻ്റ് എടുക്കാമല്ലോ. മൊമെൻ്റ് അബൌട്ട് ഒ എന്ന് പറയുന്നത് ദിസ് വെർട്ടിക്കൽ കമ്പോണൻറ്റ്. സോ ഈ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. ഇത് ക്ലോക്ക് വൈസ് ആയിട്ടാണ് പോകുന്നത്. സോ 10 sin 80 ഇൻറ്റു ഈ വെർട്ടിക്കൽ 5 cos 20 ആയിരിക്കും അതിൻ്റെ എന്താണ് perpendicular distance. So 10 sin 80 ഇൻറ്റു 5 cos 20 അതാണ് വെർട്ടിക്കൽ കമ്പോണൻറ്റ് കാരണം ഉണ്ടാകുന്ന മൊമെൻറ്റ്. സോ ഇറ്റ് ഈസ് ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. ഇനി എന്താണ് ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് കാരണം ഉണ്ടാകുന്ന മൊമെൻ്റ് ആണ് വേണ്ടത്. ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് കാരണം ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ് ഈ ഓയിലോട്ട് ആക്ട് ചെയ്യുന്നത്. സോ ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ്? 5 sin 20 ആണ്. സോ -10 cos 80 ഇൻറ്റു 5 sin 20 ആണ് ഇവിടെ വരുന്നത്. സോ ഇപ്പം നമ്മൾ നോക്കേണ്ടത് മൊമെൻ്റ് എടുക്കുമ്പോൾ നമുക്ക് വേണ്ടത് എന്താ? ഇൻക്ലൈൻഡ് ഫോഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ ആ ഫോഴ്സിന് എന്ത് ചെയ്യണം? വി നീഡ് ടു റിസോൾവ് ഇൻറ്റു ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻറ്റ്. എന്നിട്ട് വേണം അതിനെന്ത് ചെയ്യാൻ? നമ്മൾ മൊമെൻ്റ് ഡിറ്റർമിൻ ചെയ്യാൻ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ബാക്കി ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൻ്റെ സെക്കൻഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. നിങ്ങൾ ഇപ്പോൾ തൽക്കാലം ഇത് കംപ്ലീറ്റ് ഒന്ന് നോക്കുക. ഇത്രയും ക്വസ്റ്റ്യൻസ്, ബേസിക് ആയിട്ടുള്ള ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുക. ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്കത് ട്യൂട്ടോറിയലായിട്ട് നോക്കാം. ഓക്കെ, ട്യൂട്ടോറിയൽ സെഷനായിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാം. കാരണം നമുക്ക് ഈ വീക്ക് നമ്മുടെ ഈ ഫസ്റ്റ് മോഡ്യൂൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. നെക്സ്റ്റ് വീക്കിൽ നമുക്ക് സെക്കൻഡ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ വീഡിയോസും ക്വസ്റ്റ്യൻസും എല്ലാം കൂടി ഞാൻ നിങ്ങൾക്ക് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളത് സമയം കിട്ടുന്ന അനുസരിച്ച് ഒന്ന് നോക്കുക. ആ ക്വസ്റ്റ്യൻസ് ട്യൂട്ടോറിയൽ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്ത് ഈ വീക്കിൽ നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ തീർക്കണം. ഈ ഫസ്റ്റ് മോഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. മൊമെൻ്റ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യും എന്നൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ ഒരു റിസൾട്ടൻറ്റ് ഫോഴ്സിൻ്റെ പൊസിഷനും മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും എങ്ങനെ ഡിറ്റർമിൻ ചെയ്യും എന്നുള്ള പോസിബിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. സോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. ഇനി എക്സ്ട്രാ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമ്മൾ ട്യൂട്ടോറിയൽ സെഷനായിട്ട് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ട്യൂട്ടോറിയൽ സെഷൻ്റെ വീഡിയോസ്, കൂടുതൽ പ്രോബ്ലംസ് ഞാൻ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾ സമയം കിട്ടുന്ന അനുസരിച്ച് ഈ വീക്ക് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്നും കൂടെ ക്ലാസ് ഉള്ളൂ മെക്കാനിക്സിൻ്റെ. ഇനി അങ്ങോട്ട് അവേഴ്സ് കിടപ്പില്ല. പക്ഷേ നമുക്കിത് ഈ ആഴ്ച ഈ ട്യൂട്ടോറിയലും കൂടെ കംപ്ലീറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളും കൂടെ സഹകരിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരാഴ്ച നിങ്ങൾക്ക് ഞാൻ സമയം തരാം. ഞാൻ ഇതിൻ്റെ ബാക്കി പ്രോബ്ലംസിൻ്റെ വീഡിയോയും ഉടനെ തന്നെ ഇന്നോ നാളെയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും. നോട്ട്സും അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ ഈ സൺഡേക്കുള്ളിൽ, ഈ വരുന്ന സൺഡേക്കുള്ളിൽ അതൊന്ന് വീഡിയോ ഒക്കെ കണ്ട്, സമയം കിട്ടുന്ന അനുസരിച്ച് വീഡിയോയും കണ്ട് ആ ട്യൂട്ടോറിയൽ ക്വസ്റ്റ്യൻസും എല്ലാം കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ പഠിപ്പിച്ച പോർഷൻസ് ക്വസ്റ്റ്യൻസ് മൊത്തം വർക്കൗട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സമയം, അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് നാളെ സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.